ഈ പരിപാടി 20 മാക്സിമം 30 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കണമെന്നാണ് സംഘാടകർ നിശ്ചയിച്ചിരിക്കുന്നത്. ഉച്ചയ്ക്ക് 12 മണിക്കൊക്കെ ഇറങ്ങി തിരിച്ച സ്ത്രീകളും കുട്ടികളൊക്കെ അടങ്ങുന്ന ആളുകളാണ് ഇവിടെ ഉള്ളതറിയാം. അതുകൊണ്ട് എത്രയും വേഗം ഇത് അവസാനിക്കുന്നവരെ നിങ്ങളുണ്ടാവണം എന്ന് ഞാൻ പറയാം. First of all, I had to express my gratitude, pleasure and proud being the presence of our National Vice President Muhammad Shafi Sahab. ജനമുന്നേറ്റ യാത്രയുടെ നായകൻ നമ്മുടെ ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് അഷ്റഫ് മൗലവി, ഉപനായകരായ എൻ്റെ സഹോദരന്മാർ തുളസീധരൻ പള്ളിക്കൽ, റോയി അറക്കൽ, ഈ വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന സംസ്ഥാന, ജില്ലാ, മണ്ഡലം, പഞ്ചായത്ത്, ബ്രാഞ്ച് നേതാക്കന്മാരെ, പ്രവർത്തകരെ, സഹോദരീ സഹോദരന്മാരെ, ഈ രാജ്യം ഇനിയും ഇങ്ങനെ തന്നെ നിലനിൽക്കണം, ഇവിടുത്തെ മതേതരത്വവും ജനാധിപത്യവും ഭരണഘടനയും ഒക്കെ തന്നെ നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന മതേതര ജനാധിപത്യ വിശ്വാസികളെ, മാധ്യമപ്രവർത്തകരെ, പോലീസ് ഉദ്യോഗസ്ഥന്മാരെ, സഹോദരീ സഹോദരന്മാരെ, 14-ാം തീയതി കാസർഗോഡ് നിന്ന് ആരംഭിച്ച ജനമുന്നേറ്റ യാത്ര 13 ജില്ലകളിലെ പര്യടനം പൂർത്തിയാക്കി 14-ാമത്തെ ജില്ലയായ തിരുവനന്തപുരത്ത് ഇന്ന് എത്തിച്ചേർന്നു. ഇവിടെ തൽക്കാലം ഈ ജാഥ ഔപചാരികമായി സാങ്കേതികമായി അവസാനിക്കുകയാണ്. ബോധപൂർവമാണ് ഈ വാക്കുകൾ ഉപയോഗിക്കുന്നത്. ഈ ജാഥ ഉയർത്തിയ മുദ്രാവാക്യം, അത് ഉള്ള ആഹ്വാനം, അത് അവസാനിക്കുന്നില്ല. ഇതിൽ ഉള്ള പ്രചരണ ബോധവൽക്കരണ പരിപാടികൾ നമുക്ക് തുടർന്നുകൊണ്ടേയിരിക്കേണ്ടതുണ്ട്. ഈ ജാഥ, ഈ ജനമുന്നേറ്റ യാത്ര രാജ്യത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടിയാണ്. നമുക്ക് നഷ്ടപ്പെടുകയാണ് നമ്മുടെ രാജ്യം. നമുക്കറിയാം, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ രാജ്യം നമുക്ക് പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോയിരുന്നു. വിദേശ ചൂഷകർ, സാമ്രാജ്യത്വ ശക്തികൾ, ഫ്രഞ്ചുകാരും ഡച്ചുകാരും ബ്രിട്ടീഷുകാരും ഒക്കെ ഈ രാജ്യത്തെ വിഭവങ്ങൾ കണ്ടുകൊണ്ട് ഇവിടെ കടന്നു വന്ന് കവർന്ന് കടത്തി അവസാനം ജനങ്ങളെ മൊത്തം അടിമകളാക്കി വെച്ച് ആധിപത്യം വാഴുകയായിരുന്നു. അവർ സ്വീകരിച്ച അതേ തന്ത്രമാണ് ഇന്ന് ഇവിടെ ഈ രാജ്യത്തിൻ്റെ സൃഷ്ടിപ്പിലെ, ഈ രാജ്യത്തോടും ജനങ്ങളോടും ഒരു തരത്തിലുള്ള കൂറും സ്നേഹവുമില്ലാത്ത സ്വദേശികളായ കറുത്ത സായിപ്പന്മാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. നഷ്ടപ്പെട്ടു പോയ രാജ്യത്തെ വീണ്ടെടുക്കാൻ നമ്മുടെ പൂർവികന്മാരായ ആളുകൾ നമുക്ക് വിവരിക്കാൻ കഴിയാത്ത വലിയ വില നൽകേണ്ടി വന്നിട്ടുണ്ട്. ഇനി ഒരിക്കൽ കൂടി നമ്മുടെ രാജ്യത്തിൻ്റെ ഈ സ്വാതന്ത്ര്യവും പരമാധികാരവും നമുക്ക് നഷ്ടപ്പെട്ടുകൂടാ, നമുക്ക് കാത്തുരക്ഷിക്കേണ്ടതുണ്ട്. അതിനുള്ള ശക്തമായ ഒരു ആഹ്വാനമായിരുന്നു പൗരസമൂഹത്തോട് ഈ ജാഥയിലൂടെ ഇതിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ നടത്തിയത്. ഈ ജാഥയുടെ അനുഭവങ്ങൾ വികാരനിർഭരമാണ്, ആവേശകരമാണ്. പക്ഷേ ആ അനുഭവങ്ങൾ ഇതിൻ്റെ പ്രവർത്തകരെ കൂടുതൽ ഉത്കണ്ഠാകുലരാക്കുകയാണ്. സമ്മിശ്രമായ വികാരങ്ങളാണ് ഉണർത്തുന്നത്. ഈ സമൂഹം ഈ ജാഥ കടന്നു വരുമ്പോൾ വഴിയോരങ്ങളിൽ ആവേശപൂർവ്വം കാത്തു നിൽക്കുന്ന അവരുടെ മുഖങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് വായിച്ചെടുക്കുവാൻ കഴിഞ്ഞത് ഇല്ല, എല്ലാ വിളക്കുകളും അണഞ്ഞു പോയിട്ടില്ല, നിരാശയ്ക്ക് വകയില്ല, നിവർന്നു നിന്നുകൊണ്ട് നട്ടെല്ലോടുകൂടി ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി സംസാരിക്കുവാൻ ഒരു കൂട്ടരിവിടെ ഉണ്ട് എന്ന തിരിച്ചറിവായിരുന്നു അവരുടെ മുഖത്ത് നിന്ന് വായിച്ചത്. ഇതിൻ്റെ പ്രവർത്തകരെ, ഇതോടൊപ്പം നിൽക്കുന്ന ആളുകളെ കൂടുതൽ ഉത്തരവാദിത്വമുള്ളവരാക്കി മാറ്റുന്നു. ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന ആളുകളോട് എനിക്ക് പറയുവാനുള്ളത്, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന പാർട്ടി ഈ പേരിൽ ഇതുപോലെ തന്നെ എന്നും ഇവിടെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്നാണ്. എന്നും ഇതില്ലാതായി പോകാം. അതിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ലക്ഷണങ്ങൾ കാണുന്നതിന് മുമ്പ് ഈ പാർട്ടി അത് പ്രതീക്ഷിക്കുന്നു. ദേശീയ വൈസ് പ്രസിഡന്റ് ഇവിടെ പറഞ്ഞല്ലോ, ദേശീയ പ്രസിഡന്റിൻ്റെ വീട്ടിലേക്ക് റെയ്ഡുമായി കടന്നു എന്നും 2 ദിവസങ്ങൾക്ക് മുമ്പ്. നിങ്ങൾ അറിയണം, അങ്ങനെ ദേശീയ അധ്യക്ഷൻ്റെ വീട്ടിലേക്ക് തന്നെ റെയ്ഡുമായി കടന്നു ചെന്നപ്പോൾ ആയിരക്കണക്കിന് വരുന്ന ഈ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു പ്രവർത്തകന്റെ മുഖത്ത് ഒരു മ്ലാനത, ഒരു ഇച്ഛാഭംഗം, നിരാശ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ?
അവർ പ്രതീക്ഷിക്കുന്നതാണ്. ഇവിടെ പറഞ്ഞു, ഈ പാർട്ടിയുടെ പ്രഥമ ദേശീയ അധ്യക്ഷനടക്കം, സെക്രട്ടേറിയറ്റ് അംഗങ്ങളടക്കം, ഈ സംസ്ഥാന ജനറൽ സെക്രട്ടറി അടക്കം ഞങ്ങളുടെ സഹപ്രവർത്തകർ ഇന്ന് ജയിലറക്കുള്ളില. അത് ഞങ്ങളെ ഒട്ടും നിരാശപ്പെടുത്തുന്നില്ല. അത് ഞങ്ങളെ കൂടുതൽ ഊർജ്ജസ്വലരാക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, 2 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ എല്ലാവരുടെയും എല്ലാമായിരുന്ന ഷാൻ ഷഹീദ് ഷാനായി മാറി. നിരാശപ്പെട്ടോ? പിന്തിരിഞ്ഞു പോയോ? നമ്മളിത് പ്രതീക്ഷിക്കുന്നു. നമ്മൾ പിന്നോട്ട് പോവുകയില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ രാജ്യത്തെ അങ്ങനെ ആർക്കും എളുപ്പത്തിൽ നശിപ്പിച്ച് കളയാൻ കഴിയില്ല. ഈ രാജ്യം ആരും വെള്ളിത്തളികയിൽ വെച്ച് നമുക്ക് നൽകിയതല്ല. ഈ രാജ്യത്തെ ഉണ്ടാക്കിയെടുക്കുന്നതിന്, വീണ്ടെടുക്കുന്നതിന് നമ്മുടെ പൂർവികർ നടത്തിയ ധീരോദാത്തമായ പതിറ്റാണ്ടുകളുടെ സമരങ്ങളുണ്ട്. ഇതിനെ സംരക്ഷിക്കുവാൻ അതിൻ്റെ പിന്മുറക്കാർ ഉണ്ടായിരിക്കുക തന്നെ ചെയ്യും. അവരെ ബോധവൽക്കരിക്കുവാൻ, അവർക്ക് നേതൃത്വം നൽകുവാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഉണ്ടാകും എന്ന് പറയുവാൻ ഞാൻ ഈ അവസരം കൊടുത്തു. SDP സംബന്ധിച്ചിടത്തോളം മരിക്കുന്നത് വരെ ജീവിച്ചിരിക്കണം എന്ന് മാത്രം ആഗ്രഹിക്കുന്ന പാർട്ടിയാണ്. എന്നും ജീവിച്ചിരിക്കണം എന്നത് ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ജീവനോടെ ജീവിക്കണം, മരിച്ചതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന രീതിയിൽ മുട്ടിലിഴഞ്ഞുകൊണ്ട് തല താഴ്ത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയല്ല സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. നിങ്ങൾ ഭയപ്പെടരുത്. ഭയത്തെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത്. ഭയപ്പെടരുത് എന്നത്, ഭയത്തിൽ നിന്ന് മോചനം എന്നത് പാർട്ടിയുടെ മുദ്രാവാക്യമാണ്. ഞങ്ങൾ ഒരിക്കലും ഭയപ്പെടുകയില്ല. കാരണം നിർഭയത്വം പ്രദാനം ചെയ്യാൻ ബാധ്യതപ്പെട്ട പാർട്ടിയാണ്. നമുക്ക് ഒന്നിച്ചു മുന്നേറാം. ജയ് ഹിന്ദ്, ജയ് SDP. അഭിവാദ്യം.